ശ്രീ രാധാകൃഷ്ണൻ ചെറുവള്ളി, ഇപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറമായി ഇതൊരു ഔദ്യോഗിക ചർച്ചയാണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല, അനൗദ്യോഗികമാണെന്നുള്ള വിവരവും നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇതിനെ ഇത്ര രൂക്ഷമായി വിമർശിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? സൗഹൃദപരമായി ഇഫ്താർ വിരുന്നൊക്കെ തന്നെ മുമ്പും കേരളത്തിൽ സംഘടിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന ചിത്രങ്ങളും മറ്റുമൊക്കെ പുറത്തു വന്നതാണ്. അന്ന് കോൺഗ്രസ് എന്നല്ല, BJP എന്നല്ല, CPM എന്നല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും സൗഹൃദപരമായി സംഘടിക്കുന്നതൊക്കെ നമ്മളേവരും കണ്ടതാണ്. അപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതിൽ എന്താണ് കുഴപ്പം? വരികളിലൂടെയാണ് താങ്കൾ വായിക്കുന്നത്. ഒരു മാധ്യമപ്രവർത്തകന് അതിനപ്പുറം വായിക്കാൻ പറ്റണം. ഈ കേവലമായ സൗഹൃദമോ ചായ കൂടിയോ അല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. സംസ്ഥാനത്തിൻ്റെ വിഷയങ്ങളോട് അത് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയപ്പെടുത്താനും ധനമന്ത്രിയുമായി ചർച്ച ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരം ഡിപ്ലോമാറ്റിക്കായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം കേരളീയൻ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പലതരം ഫണ്ട് സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് പല കാരണങ്ങളാൽ പിടിച്ചു വച്ചിട്ടുണ്ട്. അത് അതിൻ്റെ കേസും കോടതിയിലുണ്ട്. അടുത്ത് കോടതി അതിനകത്ത് ഇടപെടുന്ന ഉറപ്പാണ്. ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ എപ്പോഴും ഏറ്റുമുട്ടൽ എന്നുള്ളതല്ലല്ലോ നയം. സംസ്ഥാന ഗവൺമെൻറ് എന്ന നിലയ്ക്ക് കേന്ദ്രവുമായി സഹകരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. രാഷ്ട്രീയമായി ഭിന്നാഭിപ്രായമുള്ളപ്പോഴും ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത രണ്ട് ഗവൺമെൻറ്റുകൾ എന്ന നിലയിൽ ഭരണഘടനാ തത്വങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഏത് സൗഹൃദവും അത് വ്യക്തിപരമായ സൗഹൃദ പ്രകടനം എന്ന നിലയ്ക്ക് എടുക്കാതെ ആ ജനാധിപത്യത്തിൻ്റെ അതിൻ്റെ ട്രൂ സ്പിരിറ്റിൽ എടുക്കണം. ഈ റോണി പറഞ്ഞ ചില കാര്യങ്ങളെപ്പറ്റി ചില കോൺഗ്രസ്സുകാരുടെ ഒരു പ്രശ്നം, അവരൊരിക്കലും ഈ പ്രശ്നത്തെ പ്രശ്നമായി കാണുകയും ആഴത്തിൽ വിശകലനം ചെയ്യാൻ തയ്യാറാവില്ല. അവരുടെ പെറ്റി പൊളിറ്റിക്സ് എല്ലാത്തിനും മുകളിൽ ഇങ്ങനെ വന്നു പോകും. അത് കാരണമാണ് അവർ ദേശീയ തലത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിഷയത്തെയും അതിൻ്റെ മെറിറ്റിൽ കാണാനുള്ള ശേഷി കോൺഗ്രസിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പറയുന്ന നിയോ ഫാഷിസം എന്ന വാക്കിനെ പറ്റി അദ്ദേഹത്തിൻ്റെ ടെർമിനോളജിയിൽ എന്താണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഫാഷിസം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തില്ല, അതുകൊണ്ട് അറിയില്ല. അപ്പോൾ കോൺഗ്രസ് പൊതുവിൽ പറയുന്നൊരു കാര്യം, അപ്പോൾ ദേശീയം എന്നാൽ ഉടൻ ചീത്ത വിളിക്കും പോലെ ഒരു ഗവൺമെൻറ്റിനെയോ ഒരു വ്യക്തിയോ ഫാഷിസ്റ്റ് എന്ന് പറയുന്നൊരു പ്രവണത നിലവിലുണ്ട്. എന്നാൽ ഫാഷിസം എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ ഏറ്റവും വിപത്ത് സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഇതാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അടിത്തറയെ വർത്തിച്ചതും മനുഷ്യക്കുരുതിയിലേക്ക് പോയതുമാണ്. ഫാഷിസത്തിൻ്റെ സ്വഭാവം ക്ലാസിക്കൽ സ്വഭാവത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഫാഷിസം വളർന്നു കഴിഞ്ഞു. മാറിയ ഫാഷിസത്തെ, പുതിയ കാലത്തിൻ്റെ ഫാഷിസത്തെ പുതിയ കാലത്തിൻ്റെ രീതി ഉപയോഗിച്ചേ ചെയ്യാൻ പറ്റൂ. പഴയ കാലത്തെ സംഭവങ്ങളെ പഴയ കാലത്തെ രൂപത്തിലല്ല ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ഇന്നത്തെ വളർച്ച അതിനെ കണ്ടുകൊണ്ടാണ് എതിർക്കേണ്ടത്. അപ്പോൾ ഇന്ത്യയിൽ ഫാഷിസം വന്നു കഴിഞ്ഞു എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിലയിരുത്തലെങ്കിൽ പിന്നെ ഇവിടുത്തെ അവർ പാർലമെൻറ്റിൽ പോയി ഇരിക്കേണ്ടതില്ല, സംസ്ഥാന അസംബ്ലികളില്ല, പത്രങ്ങളുണ്ടാവില്ല. അത് അടിയന്തരാവസ്ഥ കാലത്ത് അവർക്കറിയാമല്ലോ എങ്ങനെയാണ് ഒരു ഫാഷിസ്റ്റ് അർദ്ധ ഫാഷിസ്റ്റ് വാഴ്ച എങ്ങനെയാണെന്ന് അവർക്കറിയാമല്ലോ. അവർ തന്നെ അനുഭവിച്ച് കാണിച്ചു കൊടുത്തൊരു കാര്യമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പുതിയ RSSുമായോ BJPയുമായോ ഏതെങ്കിലും രാഷ്ട്രീയ തന്ത്രത്തിന് വേണ്ടിയല്ല, CPMൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് വിയോജിക്കാം, അതിന് യാതൊരു തർക്കവുമില്ല. CPMൻ്റെ അകത്ത് ചർച്ച ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ടാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. അത് ചെറിയ പാർട്ടി ആയിരിക്കാം, പക്ഷേ പൊളിറ്റിക്കലായിട്ട് കറക്റ്റായിട്ട് നിലപാടെടുക്കുക എന്നുള്ളത് ആ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. അപ്പോഴാണ് അതിനെല്ലാം തന്നെ തന്ത്രപരമായി ഇപ്പോൾ അടുത്തടുത്തിരുന്നു. അപ്പോൾ ഗവർണർ അടുത്തിരുന്ന് ചിരിച്ചു, ഒരു ഫോട്ടോയിൽ ഒരുമിച്ച് ചിരിച്ചപ്പോൾ തന്നെ അവരൊന്നായി കഴിഞ്ഞു. രണ്ട് കൃത്യമായ വ്യത്യസ്ത ഐഡിയോളജിയിലുള്ള ആളുകളാണ് സഖാവ് പിണറായി വിജയനും ആർലേക്കറും. എന്നാൽ ഒരു സംശയം കൂടി ചോദിക്കുകയാണ്. ഇതിനു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ നിന്നും സംസാരിച്ച് പുറത്തിറങ്ങിയ ശേഷം NK പ്രേമേന്ദ്രനുമായി ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിച്ചു. അതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ ഓർത്തു പോവുകയാണ്. പ്രേമേന്ദ്രൻ ആരുടെ പോയി ചായ കുടിക്കാം, അത് ആ വിഷയം ഞാൻ പറയാൻ ആളല്ല. പ്രേമേന്ദ്രൻ ഇങ്ങനെ കിടക്കല്ലേ, വഴി കിടക്കുന്ന ആർക്കും അറിയാവുന്നത് പോലെ അങ്ങനെ പല അഭ്യൂഹങ്ങളും. അല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പം അത് നിങ്ങൾ അതാണ് ഈ പറഞ്ഞത്. നമ്മൾ ഈ ആനക്കാര്യത്തിനിടെ ഒരു ചേനക്കാര്യം കൊണ്ടുവരുമ്പോഴാണ് നിങ്ങൾ മാധ്യമപ്രവർത്തനം നിലയിൽ കുറെ കൂടെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കണം. നിങ്ങൾ ആരുടെ കൂടെ ഈ ഉദാഹരണം എന്താണ് പ്രസക്തി? ഇങ്ങനെ പെറ്റി വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണോ ദൂരദർശൻ പോലത്തെ ഒരു സ്ഥാപനം? നിങ്ങൾ പെറ്റിയാവായിരുന്നാൽ മതി, ദൂരദർശൻ പെറ്റിയല്ല. ഇത്തരം കൊച്ചു വർത്തമാനത്തിന് വേണ്ടിയല്ല ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അല്ല, ആ ലെവലിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് പ്രേമേന്ദ്രനെ ഇതിനോട് എക്വേറ്റ് ചെയ്യാനും പ്രേമേന്ദ്രന്റെ ഒരു അഭിപ്രായം പറയാനും ഞാൻ ആളല്ല, എനിക്ക് താല്പര്യമില്ല. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമല്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന എല്ലാം പറയാനും അതിന് മറുപടി പറയാനും അല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തെ പറ്റി നിങ്ങൾ വിളിച്ചു വന്ന് അഭിപ്രായം പറയുന്നു. അതാ പറയുന്നത്. അപ്പോൾ ഇപ്പം പ്രധാനമന്ത്രി പിണറായി വിജയൻ, കേരളത്തിലെ മുഖ്യമന്ത്രി, നമ്മുടെ
പ്രധാനമന്ത്രിയെ വയനാട് വെച്ച് കണ്ടല്ലോ, പല സ്ഥലത്തും കാണുന്നുണ്ടല്ലോ. അത് അവർ തമ്മിൽ അടികൂടിയാണോ ചെയ്യുന്നത്? അവർ അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോൾ തന്നെ സൗഹൃദപരമായി പെരുമാറും. അതും അവർ പൊളിറ്റിക്കൽ ഐഡിയോളജിയും വേറിട്ട് കാണും. രണ്ടും പൊളിറ്റിക്കൽ ഐഡിയോളജി ആയിട്ട് ഡിഫറൻ്റ് ആയിരിക്കുമ്പോഴും ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന നിലയ്ക്ക്, ഒരു രാജ്യത്തിൻ്റെ പൗരന്മാരെന്ന നിലയ്ക്ക്, ഭരണഘടനാ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിലയ്ക്ക് അവർ തമ്മിൽ സംസാരിക്കുന്നതൊന്നും അല്ല വിഷയം. ഇവിടുത്തെ പ്രധാന വിഷയം കേരളത്തിൻ്റെ ന്യായമായ അവകാശങ്ങളോട് എന്ത് ന്യായം പറഞ്ഞാണ് ഇവർ മാറ്റുന്നത്? ഈ കാവിച്ചായ അടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹെൽത്ത് മിഷന് പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞാണോ ന്യായം? ഇത്തരത്തിലുള്ള തൊടുന്യായം പറഞ്ഞുകൊണ്ട് കേരളത്തെ അവഗണിക്കുകയാണ്. കേരളം മെരിറ്റോറിയസായി പ്രവർത്തിക്കുന്നതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാണ് നിങ്ങൾ പറയുന്നത്. കേരളത്തിന്റെ വികസനം ഇന്ത്യയുടെ കൂടെ വികസനമാണ്. വിഴിഞ്ഞം പോർട്ട് വരുന്നു, ഇന്ത്യയുടെ ആകെ വികസനവുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ IT സെക്ടറിന്റെ വികസനം ഇന്ത്യയുടെ വികസനമാണ്. ഇന്ത്യക്ക് വിദേശ നാണയം നേടിക്കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു പ്രദേശം വികസിച്ചു കഴിഞ്ഞാൽ ആ വികസിച്ചതിനോട് തകർത്ത് എല്ലാത്തിനും നിരപ്പാക്കുകയാണോ ജനാധിപത്യം? വികസിച്ച സംസ്ഥാനങ്ങളെ വികസിച്ച രീതിയിൽ അതിന്റെ മാനദണ്ഡത്തിൽ പരിഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവണം. അതിനുവേണ്ടിയുള്ള ഡിപ്ലോമാറ്റിക്കായിട്ടാണ് ഡിപ്ലോമാസി ഉപയോഗിക്കും. സമരം വേണമെങ്കിൽ സമരമായി പോകും. അത് ഗവൺമെന്റുകൾ തമ്മിലുള്ള കോടതി വഴി എല്ലാ ഫ്രണ്ടിലും സമരം ചെയ്യും. അത് സൗഹൃദത്തിന്റെ രൂപത്തിലും ആവും. ചിലപ്പോൾ സൗഹൃദം കൊണ്ട് നടക്കുമെങ്കിൽ സൗഹൃദമാവും, സൗഹൃദം കൊണ്ട് നടന്നില്ലെങ്കിൽ സമരം ചെയ്യും. അത് അല്ലെങ്കിൽ കോടതിയിൽ പോകും. എന്തുകൊണ്ടും കേരളത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ഇടതുപക്ഷ ഗവൺമെന്റ് കമ്മിറ്റഡ് ആണ്. അത് ഒരു ഭയവുമില്ല, നിർഭയമായി തന്നെ. കോൺഗ്രസ്സുകാർ പറഞ്ഞെല്ലാം കണ്ട് മുട്ടിടിച്ച് പോകുന്ന ഒരു പ്രസ്ഥാനം അല്ല ഇത്. അത് അവരുടെ വിലയിരുത്തൽ, അവരുടെ മാത്രം വിലയിരുത്തലാണ്. ശരി, ശ്രീ